So hello guys, welcome back. It's only boys here guys. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോഗ്വാർട്സ് ലെഗസിയുടെ സെക്കൻഡ് എപ്പിസോഡായിട്ട് ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കളിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ കത്തിപ്പോയിട്ടൊക്കെ നിർത്തിയത് മറ്റേ രണ്ട് വലിയ ജൈൻറ്റിനെ കൊല്ലാനുണ്ടായിരുന്നു. സോ അത് അവരമ്മ തീർത്തായിരുന്നു കേട്ടോ. കഴിഞ്ഞ ലൈവിൽ തന്നെ ഞാൻ തീർത്തുണ്ട്. കത്തിയാലും പിന്നെ കയറി വന്ന് തീർത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട് പോയി ഒരു പോർട്ടൽ വഴി കയറി ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പുതിയതായിട്ട് ചാനൽ വന്നിട്ടുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1K ആണ്. അപ്പോൾ എല്ലാവരും ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, പിന്നെ ലൈക്കും ഷെയർ ചെയ്യുക, പൊളിക്കാം നമുക്ക്. അപ്പോൾ റോഡ് ടു 1K എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ അവിടെ അവരുടെ 2-3 വലിയ ജൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് അടിച്ചിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഓക്കെ ഫണ്ണി മേക്കർ വെൽക്കം ടു സ്ട്രീം. മിഷേൽ മുഹമ്മദ് ആദ്യം വെൽക്കം ടു സ്ട്രീം ഡാ. കാണാനൊക്കെ ലൈക്ക് അടി. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഇനി ഈ പോർട്രേറ്റിനടുത്ത് പോയി സംസാരിക്കണം എന്ന് പറയണം. നമുക്ക് പോയി സംസാരിക്കാം. പെർവിക്കൽ സംസാരിക്കും. By the way, someone finally found our map chamber? I recognize you from the Pensives. You're Professor Rackham. I am indeed. I must confess that I am surprised to see someone so young standing before me. I'm the same age that you and Isadora Morganach were when you started at Hogwarts. You've paid attention, and might I presume you share our ability? To see traces of ancient magic? Yes, sir, I do. As you have likely realized by now, our ability gives us a unique relationship with all forms of magic. We can access expressions of magic that few others can. Opportunities will arise that allow you to sharpen this rare talent. Do not squander them. I won't, Professor. Thank you. We have much to discuss. But first, a map found in a certain book led you here. Place the book on the pedestal. I don't have the book with me, sir. That is unfortunate. I'm afraid we must pause our conversation until you return with the book. I will bring the book here. Why is this called the map chamber? നമുക്കെല്ലാം അറിയണ്ടേ. ഇച്ചിരി പുതിയ പയ്യൻ ബിഗിനറാണ്. അപ്പോൾ എല്ലാം അറിയണം ഈ വിസാഡിൽ. I'm a bit confused, sir. Why is this room called the map chamber? I assure you that all will be clear once the book has been placed on the pedestal. ശരിയല്ലട്ടാ, എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആ ബുക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മതി. കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുതെന്നാണ് ആ കണ്ടപ്പട്ടി പറഞ്ഞത് നമ്മുടെ അടുത്ത്. The statues and carvings in the house on the cliffside, those are of you. Are you a seer? I am. Did you know that I would be here? I cannot say more at present, except to say that your presence here does not entirely surprise me. കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ടെന്നൊക്കെയാണ് പറയണത് പുള്ളിക്കാരൻ. എനിക്കറിയാം നീ കണ്ട വരുമോന്നൂടെ, അങ്ങനെയൊക്കെ നമ്മളോട് പറയണേ. ഇനി നമുക്ക് ഈ വേട്ടാവളിന് വേണ്ടി ബുക്ക് കൊടുക്കാം. I'll retrieve the book right away. Good. We shall speak again once the book is in place. ആയിക്കോട്ടെ. മോങ്കരവനം പാട്രിക് അല്ലേ? പാട്രിക് വെൽക്കം ടു സ്ട്രീം ഡാ. Your connection to ancient magic has unlocked talents +1. You will receive 1 talent point each time you increase your wizarding level. You have new talent points to spend in talents menu in your field guide. Okay. കഴിവ് കിട്ടി ഗൈസ്. തനാള് നമ്മുടെ അൽഫിയോ കഴിവില്ലാത്തവനായിരുന്നു. ഇപ്പോൾ നമുക്ക് കഴിവൊക്കെ കിട്ടിയിരിക്കുകയാണ്. പുതിയ ടാലൻറ്റ് കിട്ടിയിരിക്കുകയാണ്. എന്തിന് ഡാർക്ക് ആർട്സ്, കോർ, സ്റ്റെൽത്ത്, റൂം ഓഫ് റിക്വയർമെൻറ്റ്, സ്പെൽസ്. എന്തിപ്പോൾ ചെയ്യണ്ടേ? റിട്ടേൺ ഹെയർ ഓഫൺ. ഇതിലേതെടുക്കണം നിങ്ങൾ പറയൂ. ഫാക്ടറിക്ക് പറഞ്ഞു ഇത് ഏതെടുക്കണം പറയൂ. സ്പെൽസ്, ഡാർക്ക് ആർട്സ്, കോർ, സ്റ്റെൽത്ത്, റൂം ഓഫ് റിക്വയർമെൻറ്റ്. 7 points അവൈലബിൾ. സ്പെൽസ് സ്പെൽ കാസ്റ്റ് എബിലിറ്റി വിത്ത് ഡാർക്ക് ആർട്സ്. ഇത് ഏതെടുക്കും? ഇപ്പോൾ കൺഫ്യൂഷൻ ആയല്ല. ഏതെടുക്കോടാ? സ്റ്റെൽത്ത് കളിക്കാൻ ഇമ്പ്രൂവ് എബിലിറ്റി ഒരു സ്നീക്കറുണ്ട്. അത് വേണ്ട, എപ്പോഴും സ്റ്റെൽത്ത് കളിക്കാൻ നമുക്ക് സ്പെല്ല് തന്നെ എടുക്കാം അല്ലേ. സ്പെൽ കാസ്റ്റിങ്ങിന് ചിലപ്പോൾ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പർച്ചേസ് ടാലൻറ്റ് പോയിൻറ്റ്സ്. ആയി ശരി. എന്താ ഇപ്പം ഞാൻ വരച്ചത്? കാസ്റ്റിംഗ് ഇൻസെൻറ്റീവ് അനലൈസസ് എ റിംഗ് ഓഫ് ഫ്ലെയിംസ് അറൗണ്ട് യു. വിഷയം എന്തൊരു
ഓ എല്ലാത്തിനും മരിച്ച് കൈ കൊണ്ടുവരും. ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ നേരത്തേക്കാം. ഇതെന്തുവാ? എനിമീസ് നിയർ എ ടാർഗറ്റ് ലിവിഷേറ്റഡ് ബൈ ലിവിസിയോ ആൻഡ് ആർ ഓൾസോ എല്ലാവരും രണ്ട് സെയിം തന്നെ. ഓ വലിച്ചിട്ട് മറ്റേത് പൊക്കി വെക്കും. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ഇനി 4 ടാലൻറ്റും കൂടി ബാക്കിയുണ്ട്. സോ അത് നമുക്ക് വേണമെങ്കിൽ കോർ എടുക്കാം. അതിൻ്റെ ഓവറോൾ എഫക്റ്റീവ്നെസ് കൂട്ടാം നമുക്ക്. ഓ വിഷയമാണല്ലോ. ഇനി 3 എണ്ണം കൂടി ഉണ്ട്. അത് എടുക്കും. ഇതെന്താണ്? ബട്ടൺ സെറ്റ്സ് ആൻഡ് ട്രാപ്പ്. ന്യൂ സ്പെൽ സെറ്റ് ഈസ് ആഡഡ്. ഓ ഒരു സ്പെൽ സെറ്റ് കൂടി ആഡ് ചെയ്യാൻ പറ്റും. എന്തൊരു ബേസിക് ആ സിമ്പിൾ റെഡ്യൂസ് സ്പെൽ കൂൾ ഡൗൺസ്. ഓ വിഷയങ്ങളാണല്ലോ. അത് നല്ലൊരു ഇതല്ലേ. ഡോഡ്ജ് ചെയ്തിട്ട് ഹോൾഡിംഗ് ഡൗൺ ഡോഡ്ജ് അലൗസ് യു ടു വാനിഷ് ക്വിക്ലി ആൻഡ് റിപ്പയർ നിയർ ബൈ. ഇതെടുക്കാം. ഇതും വേണം. എന്താ ഉള്ളേ? ഇതെന്തൊരു ഇതെടുത്തില്ല ഞാൻ. വേണ്ട. ഒരു സ്പെല്ലും കൂടി വെക്കാൻ ചാൻസ് കിട്ടും അല്ലേ? എന്തോ മനസ്സിലായില്ല. ഇപ്പോൾ കില്ലാടിയായി മാറിയിരിക്കുകയാണ് നമ്മളപ്പോൾ. സ്പെല്ലും കോറുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ബാക്കിയൊന്നും ചെയ്തില്ല. ടാലൻ്റ് ഒക്കെ ഓവർ. So we are getting back to our Hogwart's legacy. പഠിച്ചു കഴിഞ്ഞപ്പോൾ കിളി പോയവൻ്റെ പുകയൊക്കെ വരുന്നു. അപ്പോൾ ഇനി 36 മീറ്റർ ബാക്കിലോട്ട് നമുക്ക് നടക്കാം. പൊക്കത്തോട്ടാണ് പോകേണ്ടത്. ഓക്കെ സോ പൊക്കത്തോട്ട് പോവാം. അപ്പോൾ എക്സിറ്റ് ചെയ്യണം. പിന്നെയാണ് ഞാൻ പറഞ്ഞ അഡാറ് ലാഗ് വരാൻ പോണെന്ന് തോന്നുന്നത്. നെക്കിയിട്ടുണ്ട്. അപ്പോൾ ഓ ഇങ്ങനെ നെക്കി പിടിക്കണം. സോ അപ്പോൾ നമ്മൾ ആ മാപ്പ് ചാമ്പറിലോട്ട് കയറിയായിരുന്നു. ഇനി അവിടെ നമ്മൾ ഇറങ്ങുകയാണ്. അവിടുത്തെ അയാൾ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ബുക്ക് ഉണ്ടല്ലോ ലൈബ്രറിയിൽ നിന്ന്, ആ കണ്ടുപിടിച്ച ബുക്കായിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ ഒന്നും പറയില്ലെന്നാണ് പറയണത് പുള്ളിക്കാരൻ. ഓക്കെ ഫൈൻ. നമുക്കെന്നാൽ അതുപോലെ അങ്ങ് ചെയ്ത് കളഞ്ഞേക്കാം. കുറേ സമയം കളയണ്ടല്ലോ. ഈ അണ്ണവരൊക്കെ ലൈക്ക് ചെയ്യും. ലൈക്ക് ചെയ്തങ്ങ് പിടി. ഒരു മിനിറ്റ് അടിച്ചു പോയെന്നാന്ന്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാം അടിച്ച് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓ എനിക്ക് വെയിറ്റിംഗ് ഇഷ്ടമല്ല. നമ്മുടെയൊക്കെ ഒരു 30-70 ആയിരുന്നെങ്കിൽ എപ്പം സാധനം സെറ്റ് ആയനല്ലേ. പക്ഷെ അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഗസ്റ്റപ്പെടുന്നു. കുറച്ച് പൂമ്പാറ്റേ നാട് കടങ്ങണ പൂമ്പാറ്റേ. ഇത് മാതിരി ലോഡിങ് ആണല്ലോ. നേരത്തെ ഒരു ലോഡിങ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ഇതാവും അടുത്ത ലോഡിങ്. പിന്നെ ഇവൻ വെള്ളം കിട്ടാണ്ട് ആവും. അപ്പോൾ ഗായ്സ് ഇന്ന് ചിലപ്പോൾ ഇനി നമ്മൾ നൈറ്റ് RP ലൈവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നോളൂ. ഒരു കിട്ടിക്കാച്ച RP ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പം നൈറ്റ് എല്ലാവരും വന്നം. അത് ഞങ്ങളുടെ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാം കയറുമെന്ന് പറയും. എല്ലാത്തിനും പരീക്ഷയായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇനാക്റ്റീവായിട്ട് പറയുന്ന സിറ്റിയിലുള്ളത്. ഇപ്പം എൻ്റെയൊക്കെ കഴിഞ്ഞ് വരുന്നു. എന്നാലും കുറേ മെമ്പേഴ്സിനുണ്ട് പരീക്ഷ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കിട്ടിക്കാച്ച ഒരു ആക്റ്റീവ് ആകണം. അല്ലെങ്കിൽ നമുക്കും പണി കിട്ടും. നമ്മളത്രയും കൊണ്ടുവന്നിട്ട് വെറുതെ ഇപ്പം. സോ ഈ 2 വീക്കൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ആക്റ്റീവാണെന്ന് നിരീക്ഷിക്കുന്നു.
I found the pages and the map chamber. Why would I need the book? അപ്പോൾ എല്ലാം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മളപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നടക്കാം. പിന്നെ നമ്മൾ തിരിച്ച് അങ്ങ് പൊക്കത്തോട്ട് കയറണേക്കോളും. അപ്പോൾ അവിടെ ലാഗ് വരും. അതിലൊരു കിടുക്കാച്ച ലാഗാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ handy resource indeed, your field guide. I'm most pleased to be included. ശരി, നമുക്ക് എക്സ്പ്ലോർ ചെയ്തു അല്ലെങ്കിൽ ലാഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലമൊക്കെ ഒന്ന് ലോഡാകണം. അപ്പോൾ നമ്മൾ അവിടെ കൂടിയൊക്കെ തന്നെ പോകണം. നാലേ ഒരു ചുഗം ഉണ്ടാവുള്ളൂ. പണി കിട്ടി എന്തുറ്റി ലാഗടിച്ചു പോയാ. സോ നമ്മളിതാ പോവുകയാണ്. അങ്ങനെ ചെറിയ ഷട്ടറിങ്ങേ ഉള്ളു കേട്ടാ. ചെറിയ ചെറിയ ഷട്ടർ, വളരെ ചെറിയ ചെറിയ ചിന്നാമണി. നമ്മളെത്താറായി. ഓ, ലൈവിന് സക്കാറുണ്ടല്ലേ. I'm back at Hogwarts. അതെ അതെ, ഹോഗ്വാർട്സ് എത്തിയിരിക്കുകയാണ് നീ. I wonder when Professor Fig will be back. I did promise him I wouldn't neglect my studies while he was away. Suppose I have enough to distract myself with till he returns with the book. ലാഗ് ശരിയല്ല ചേട്ടാ. കുറച്ചേരം ഞാൻ വെയിറ്റ് ചെയ്യട്ടെ ചേട്ടാ. നോ പാത്ത് അവൈലബിൾ ഫോർ ജാക്ടോസ്. ഓ നമ്മൾ തിരിച്ചെത്തിയേട്ടാ. നമ്മൾ നമ്മുടെ ഹോഗ്വാർട്സിൻ്റെ ഉള്ളിലേക്ക് കയറി. ആ ഡ്രാഗൻ ഇവിടെ കണ്ടുപരിച്ചുണ്ടല്ലോ. Revelio. ഹോഗ്വാർട്സ് മോട്ടോ ഡ്രാക്കോ ഡോർമിനീസ് നുൻക്വാം. വായിക്കാൻ പറ്റില്ല, പകച്ചു പോയി വായിക്കാൻ. പ്രേതം കണ്ട ഇതെനിക്ക് തുറക്കാൻ പറ്റുമോ? ഇല്ല. ക്വസ്റ്റാറ്റർ പ്രൊഫഷണൽ ഷാഫ്റ്റ്സ് അസൈൻമെൻറ്റ് 1 ഞാൻ തീർത്താണല്ലോ. ഇനിയും വേണോ? Revelio. നമ്മൾ ഈ ഫീൽഡ് ഗൈഡ് പേജ് എല്ലാം കളക്ട് ചെയ്യണം. ഇപ്പം എന്തെങ്കിലും നമുക്ക് കിട്ടും. എന്ത് സാധനം? നമ്മൾ ലെവൽ 2 ആയിരിക്കാണ് ഗൈസ്. ഇവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ പോയാലും എൻ്റെ ഗിയറാ മറ്റേ സാധനത്തിൽ നിന്ന് ഇതെടുത്ത് വെക്കണം. നമ്മുടെ ഇൻവെൻറ്ററി ഫുള്ളാണ്. ഇൻവെൻറ്ററി ഫുള്ളാകുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. ഇതിയുടെ പ്രേതോടെ ലെവൽ വേണം. ലെവലില്ലാതെ നമ്മളെ കയറ്റി വിടില്ല എന്നാണ് പറയുന്നത്. ആ ചാട്ടം ഒരു ഗുണമില്ലാത്ത ചാട്ടം ഇപ്പം. അപ്പോൾ നമുക്ക് ഈ വഴി വരേണ്ടത് മനസ്സിലാക്കി നമ്മൾ തിരിച്ചു പോകുകയാണ്. അപ്പോൾ അതേസമയം നമ്മളിങ്ങനെ ഒരു മാപ്പ് എടുക്കണം. നമ്മളെ മാപ്പ് എടുത്ത് അടുത്ത ക്വസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് ഓടാം. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ തേരാപ്പാട് ഓടിക്കൊണ്ടിരിക്കും നമ്മൾ. സോ നമ്മൾ മാപ്പ് എടുത്തിരിക്കുകയാണ്. മാപ്പിൽ നെക്കിയിട്ടുണ്ടോ? Requirement of map. ഓ, ഫ്ലൈയിങ് ഗ്ലാസ്. അപ്പോൾ നമുക്ക് ആ മറ്റേ ഗ്രൂം സ്റ്റിക്ക് കിട്ടും ഗൈസ്. ഞങ്ങൾ അങ്ങോട്ടും അല്ലേന്നാ അത്. നൈസ്. ഇവിടെ ഇതെന്താ ട്രാവൽ ചെയ്യാം. വെറുതെ അവിടെ വരെ ഓടാൻ വയ്യ എനിക്ക്. സോ നമുക്ക് ഗ്രൂം സ്റ്റിക്ക് കിട്ടാൻ വേണേന് ഇതാ ഇവിടെയാണ് എപ്പിക് മൊമെൻറ്റ്. ദൈവമേ, നമുക്കിനി പറന്ന് കിടക്കാം കുറേ നാൾ. ഇനിയിപ്പോൾ മറ്റേ ഓടിച്ചാടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വെറുതെ കൂളായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കാം. ആ സാധനം ഇനി പഠിക്കണം.
നമുക്ക് ആ ഗ്രൂം സ്റ്റിക്ക് കിട്ടാൻ പോണേ ഗൈസ്. നമ്മൾ മന്ത്രവാദിയാകാൻ പോണേ. മറ്റേ മാന്ത്രിക വടിയും കയ്യിലെടുത്ത് പഞ്ഞു വരുമ്പോൾ മായാവി ഞെമ്മിൻ്റെ ചിന്ത മായാവി. അപ്പോൾ അതാകാൻ പോണേ ഗൈസ്. നമ്മളൊരു മായാവി ആകാൻ പോണേ. അല്ലല്ലേ മായാവി ലുട്ടാപ്പി അല്ലേ, കുന്തത്തി പറക്കണത് ലുട്ടാപ്പി അല്ലേ. സോ അവനെപ്പോലെ ഒരു കില്ലാടിയായി മാറാൻ പോണെയാണ്. ലൈവ് അടിച്ച് പോയിട്ടില്ലല്ലോ അല്ലേ, ലൈവിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ. സോ ഫാസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള കുഴപ്പം ഇതാണ്. Again the loading come. Loading came loading. അപ്പോൾ ഗൈസ് നമുക്കിനി വെറും എത്ര 70 സബും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 1K അടിക്കാം. 1K അപ്പോൾ ലോഡിങ് കഴിഞ്ഞ് നമ്മളിത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയതുകൊണ്ട് ഇനി ഇവിടുത്തെ ലോഡാൻ വേണ്ടി കുറച്ച് നേരം ടൈം എടുക്കും. സോ ഇതാ ഹിയർ വി കീപ്. അപ്പോൾ ആ ലാഗൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. അവിടെ ലോഡായാൽ ലാഗൊക്കെ ഒന്ന് ശരിയാകട്ടെ. ആകെ കുഴപ്പമുള്ളത് ഇതാ, വേറെ ലാഗ് ഇഷ്യൂ ഒന്നുമില്ല. മറ്റേ FPS ഡ്രോപ്പ് ആവില്ല. ഇങ്ങനെ ഗെയിം സ്റ്റക്കായിരിക്കും കുറച്ച് നേരം ഫ്രീസ് ആവും. എന്നിട്ട് നമുക്ക് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാം. കണ്ടാ ഇതാണ് കുഴപ്പം. നമുക്ക് അടുത്തത് വേണ്ടത് പാത്ത് സെറ്റ് ചെയ്യാം. കറണ്ട് ട്രാക്കിംഗ് ഇനി ഓക്കെ. എന്നാൽ പിന്നെ മാപ്പ് എടുത്ത് നമുക്ക് ട്രാക്ക് ചെയ്തേക്കാം. പോസ്റ്റ് മെനു വരെ ടൈം എടുക്കുന്നു ഗൈസ്. ബട്ട് വി ആർ ഗോയിങ് ടു നെവർ ഗീവ് അപ്പ്. ഒരിപ്പം നേരം വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്തത് ഫ്ലൈയിങ് ഗസ്റ്റ് ആണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ സിറ്റിയൊക്കെ ലോഡായി വരുന്നേ ഉള്ളൂ. കണ്ടോ നമ്മുടെ ഹോഗ്വാർട്സ് ലെഗസിയുടെ സിറ്റി ഇതാ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ ഗ്രാഫിക്സിൻ്റെ ഒരു തരം വിളയാട്ടം. അപ്പോൾ അത് ലോഡായി ഒന്ന് വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ മറ്റേ ഹോഗ്വാർട്സിൻ്റെ ഫ്ലൈയിങ് ക്വസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോ ടു ഫ്ലൈയിങ് ക്ലാസ് ആണ്. അപ്പോൾ ഫ്ലൈയിങ് പഠിക്കാൻ വേണ്ടി നമ്മൾ പോണേണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ വിളയാട്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ റിങ്ങുകൾ കണ്ടോ, അതിൽ കൂടിയൊക്കെ പറക്കണം മൈക്കോളും. അങ്ങനെയാണല്ലോ നമ്മൾ ഫ്ലൈയിങ് പഠിക്കേണ്ടത്. നമ്മൾ GTA 5 കണ്ടിട്ടില്ലേ, പ്ലെയിൻ ഓർക്കാൻ വേണ്ടി പ്ലെയിൻ പറത്താൻ വേണ്ടി നമ്മൾ അവിടെ ഇവിടെ ഒരു തുളയെ കൂടിയൊക്കെ പോകണം. സോ സെയിം തന്നെ ഒരു ഉണ്ടായിരുന്നല്ലേ. അതന്നെ ഓപ്പൺ അഡ്വെഞ്ചർ അറി അവരുടെ. സോ നമ്മൾ ഇനി ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു രാവിലെ ആകുമ്പോൾ തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യാനുള്ള ബട്ടൺ നെക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ ആയിരിക്കുകയാണ്. അത് രാവിലെ ആയപ്പോൾ വെയിറ്റിങ്ങിൻ്റെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ് നമുക്ക് തുടങ്ങാം. കണ്ട പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, പഠിക്കാനുള്ള പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മച്ചിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കണ്ട ഗ്രൂം സ്റ്റിക്ക് പിടിച്ചിരിക്കുന്നുണ്ട. അപ്പോൾ അത് നമുക്കൊന്ന് പഠിച്ചേക്കാം. അപ്പോൾ നമ്മളത് നെക്കിയിട്ടുണ്ട്. Everybody grab a broom and we shall get started. അപ്പോൾ ഇനി നമുക്കൊരു ഗ്രൂം എടുക്കണം.
ഗ്രൂം എടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞേക്കണത്. അപ്പോൾ എല്ലാവരും ഗ്രൂം എടുത്തിട്ടുണ്ട്. Mr. Clopton, your attention, please. അപ്പോൾ Sorry, അൽഫിയോനെ Madam കിട്ടിയില്ലേ? Kagawa. കൊടുത്തില്ലേ? Everyone, please welcome a new student to our flying class. അൽഫിയോ പറയൂ. The goal of today is to remind all of you how to maneuver on a broomstick safely. As broom flight is, first and foremost, a means of transportation. This, I fear, some of you have forgotten. Diving, rolling, and loop-the-loops will not be taught or in fact tolerated in this class. We'll leave that to professional Quidditch players, like the Toyohashi Tengu. Not a fan, I take it? Now, let's see how well everyone kept up with their practice over the summer holidays. For those who need a refresher, step up to your broom, say up firmly and clearly, then kick your leg over and rest your weight on the seat. പണ്ട് ഞാനിത് ചെയ്യുമായിരുന്നു, പണ്ട് ചൂലിയിലൊക്കെ പിടിച്ചു. Your turn. ഹാരി പോട്ടറിന്റെ ആ ഒരു പീക്കിലിരുന്നപ്പോ stupid ratty school broom. നമ്മ ചെയ്തിട്ട് വന്നിട്ടില്ല. എടാ നീ പറയണോടാ മണ്ട. ഓക്കെ അപ്പ് അപ്പ് ഇങ്ങനെ പറയണ്ട. ഇത്രയുള്ള നമ്മുടെ വോയിസ് ആരും ക്യാച്ചിങ് കണ്ട. One leg over, so there's a leg on each side. None of that side saddle nonsense. A gust of wind will throw you right off. മറ്റവനൊക്കെ പൊങ്ങിട്ടാ, അവനൊരു ഇല്ലാടി തന്നെ. അപ്പൊ നമ്മളും പൊങ്ങണം. ഞാനും കേറിയിട്ടുണ്ട്, നമ്മളും പൊങ്ങിയിരിക്കുകയാണ്. And if you hear my whistle while you're in flight, ground yourself at once. Ground yourself at once. Good. Now, for your first lesson, fly through each ring in the courtyard. Do take care. The brooms are school property. I want them returned in one piece. Control to ascend, space to off end up നല്ലൊരു സമയം. അപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കാം ഗൈസ്. അത് ലോഡാണ് ഇനിയല്ല പണ്ടാരം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഗെയിമിംഗ് മൊമെന്റ് വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ലാഗ് അടിക്കുന്നത്? അല്ലാത്ത പവന്മാർക്ക് പറ്റത്തില്ല. ഇപ്പൊ വരും, വെയിറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാം? ലോഡാവണേ ഇല്ല ഗൈസ്. ശബ്ദം മാത്രമല്ല, അടിച്ചു പോയാൽ അപ്പൊ കണ്ടല്ലോ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ലോഡായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ലോഡാകണം. ലോഡായിട്ടുണ്ട് പറഞ്ഞാലോ. അപ്പൊ ഞാൻ ഗൈസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെ ഒരു ഗ്രൂമിലിരുന്ന് പറക്കണമെന്നാണ്. അപ്പൊ നമുക്കത് തുടങ്ങാം. എല്ലാവർക്കും ഹായ്, ഹലോ, വേർ വി ഗോ. അയ്യോ, അപ്പൊ എങ്ങനെയാണ് വണ്ടി പറക്കുക? This is brilliant. പിന്നല്ല. I think I'm getting the hang of this. Yes. Good. അയ്യോ, അപ്പൊ നമ്മൾ പറക്കാൻ പഠിച്ചിട്ടുണ്ട്. Well done. Now that you're acclimatized to your broom, let's see how well you manage with a more advanced exercise, shall we? ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? ഇത്രയും പഠിച്ചെങ്കിൽ പിന്നെ ആ ബാക്കിയും പഠിച്ചൂലേ? അടുത്ത കളി എന്താ ചെയ്യണ്ടേ? ഓക്കെ. This next set of rings will take you around the grounds for more of a challenge. What a view! Hello. Nice day for a flight. ഏതാലേ വൈബ് തന്നെ. The old boathouse.
Wish you could have experienced crossing the lake as a first year. മറ്റേ ഇതിലല്ലേ അവനെനിക്ക് തോപ്പിക്കണം. പൊങ്ങ് അവനെനിക്ക് തോപ്പിക്കണം. കമോൺ നൈട്രോ പിടിപ്പിക്ക്. അവൻ ആദ്യം കയറില്ല, ഞാൻ കയറുള്ളൂ. ഓടാ അടിച്ചു, സമ്മതിക്കില്ലടാ. Whoa, our aquatic resident likes to make an appearance once in a while. Brilliant! ഏതാ Have a moment? അങ്ങനെ നമ്മൾ അതിമനോഹരമായി പറന്നെത്തിയിരിക്കുകയാണ്. ഇത് അൽഫിയോനെ കണ്ടില്ലേ, സുന്ദരൻ. I say, I watched you fly through those rings. You seem to handle yourself on that dusty school broom well enough. I'd imagine you're ready for something a bit more challenging. But I'm getting ahead of myself. We haven't properly met. I'm Everett Clopton. Am I right in suspecting that a Slytherin like you might be interested in making an escape from class? Won't we get in trouble? I'm right in suspecting that a Slytherin like you might be interested in making an escape from class. I like the sound of that. Can't say no to that. What did you have in mind? A bit of a detour, so to speak. Follow me. The tour is about to begin. Follow closely now. Right now, we're flying over the Transfiguration Courtyard. Lovely as ever. Let's hope the headmaster isn't having tea by the window today. Nice to get above it all, isn't it? Ahead of the garden, the Hufflepuff common room windows just peek out. Bit claustrophobic for my taste. How is Everett flying so quickly? Here's something handy to know. Lean forward for a burst of speed. Helpful if you need to escape a tricky situation. Now that's more like it. You sure you're not part hippogriff? There's the famous bridge. Think of all the magic holding it up. I mean, look at it. And Meowlery. That's a bit of solid architecture, isn't it? Flying tips and a jaunt around Hogwarts. This is quite the tour, Everett. That's Kagawa's whistle. This concludes our tour. Let's hurry back. Looks like she's already dismissed class. Better hurry and hand in our brooms. Mounting the scene. Dismount here. And where have you two been? Oh, hello, Professor. We were trying to get a bit of extra practice in. Hefty points will be taken from each of you for not following my instructions. Mr. Clopton, I am disappointed in you. You're in this class because you're still not showing yourself, or frankly, your broom, the proper respect. But Professor, enough. Class is finished for the day. As for you, you do well to use better judgment in the future. Chin up.
That was some rather good flying. Thank you. Oh, നമുക്ക് എല്ലാരും പൊക്കിയാണല്ലോ ഇടണം നമ്മളെ. ഇച്ചിരി സീനാണല്ലോ അമ്മ. Sorry about that business with Kagawa, but you have to admit those views were worth it. അതെ. No regret. It was worth losing a few house points for that detour. You seem at home on a broom. Bet if you had a fancy model, you could fly laps around Imelda. She's Kagawa's favorite. I could show her a thing or two if I had my own broom. Hate having to return the school broom after class. Perhaps I have to purchase a broom then? If you can, you should. Wish I could. I recommend visiting Albie Weeks at Spintwitches in Hogsmeade. He's always looking to test new models. I'll keep an eye out for you in the sky. അങ്ങനെ പോയാലോ? അപ്പൊ നമ്മക്ക് ഇനിയിപ്പോ ഇത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എടുത്തെടുത്ത് പറക്കാനൊന്നും പറ്റൂലല്ലേ? If I could afford the new Bright Spark broom at Spintwitches, I'd be on it now. That's what my mother says. Spintwitches is opened in Hogsmeade. All the latest brooms I hear. What's that? I need one. The broom I have at home is the latest model. I've always said that travel broadens the mind. Travel. അടുത്ത ട്രാവലിലോട്ടോ. എത്ര മിനിറ്റ് ആയി ഇപ്പോൾ ലൈവ് ഇട്ടിട്ട്? TXJ Tom Chris. Hi bro, welcome to the stream. TXG Tom Chris എന്നാണല്ലേ. Hello bro, welcome to the stream. ലൈക്ക് ചെയ്യുക ബ്രോ. നമ്മൾ റോഡ് ടു 1K ആണ്. സപ്പോർട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ ഇനി നമുക്ക് 2 ക്വസ്റ്റ് ഉണ്ട്. റൂം ഓഫ് റിക്വയർമെൻറ്റും അതിന് നമ്മൾ സ്പെല്ല് പഠിക്കണമല്ലേ? സ്പെല്ല് കോഞ്ചറിങ് സ്പെല്ലും ആൻസ്കോയും കോഞ്ചറേഷൻ സ്പെൽ ക്രാഫ്റ്റ് അതാണ് റിവാർഡ്. ഇതിൻ്റെയോ നമുക്ക് ആദ്യം സെബാസ്റ്റിനെ പോയി കാണാം. അവനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, അടുത്തുള്ള ട്രാവൽ ചെയ്യാം. അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ട്രാവൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഓവറോളായിട്ട് ആദ്യമൊക്കെ ഞാൻ ഗെയിം ഇട്ടപ്പോൾ എനിക്ക് വെറുത്തു പോയി. സത്യം പറയല്ലോ, അങ്ങ് വെറുത്തില്ലാതെ പോയി. അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോയതാണ്. അത്രയും ലാഗ് അടിച്ച്. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കളിച്ച് ആ ലാഗം വെച്ച്. അപ്പോൾ ഇപ്പം ആ ലാഗ് അങ്ങ് കുറഞ്ഞ് കിട്ടി. എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ആ ലാഗ് ഉണ്ട്. സത്യം ലൈവ് ഇടുമ്പോൾ ശരിക്കും ശോകമാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത്രയും നേരം സ്റ്റക്കായ ഒരാളിങ്ങനെ ഇരുന്ന്. എനിവേ അതും ഇപ്പോൾ കൺട്രോൾഡ് ആണ്. കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്താൽ നമുക്കത് സെറ്റാക്കാവുന്നേ ഉള്ളൂ. സോ നോ വറീസ് ഫോർ ലോ എൻഡ് PCs. വി ക്യാൻ മേക്ക് ഇറ്റ് റൺ. അതുപോലെ എനിക്ക് കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ ഇടണ്ടായിരുന്നു ലോ എൻഡ് PCയിലും വർക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ. എന്നാൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ കളിക്കണത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി വെറുതെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടെന്ന് അറിഞ്ഞൂടാ. ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ ഹോഗ്വാർട്സ് എല്ലാം ലാഗില്ലാതെ കളിക്കണത് അതെങ്ങനെ? യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്. എല്ലാം സത്യമാവണമെന്നില്ലല്ലോ. അതെ, ചിലപ്പോൾ ചിലവർ കണ്ടന്റ് വ്യൂസ് കിട്ടാനൊക്കെ ചെയ്യും. ചെയ്യും. സോ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു കണ്ടന്റ് ആയല്ല നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു സ്പെല്ല് പഠിക്കാം. അതിനു വേണ്ടിയാണ് നമ്മൾ മറ്റേ അമ്മച്ചീനെ കാണാൻ പോകണമെന്ന് തോന്നുന്നത്. ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സ്. ഓക്കെ ഫൈൻ. നമുക്ക് ഈ വാതിൽ തുറന്നില്ല. ഇവിടെ ലെവസി ഉണ്ട്. ഇതെന്തുവായിരുന്നു? ഞാൻ ഇവിടെ വന്ന് എന്നിട്ട് എന്താ വാട്ട് ടു ഡു? അടിയിലാണോ പൊക്കത്താണോ ഇത്?
ഇതിപ്പോ seller discard cases or an it's in Merlin trailer. അതെവിടെ? ഓ ഈ അമ്മച്ചി ഇവിടെ നിൽക്കണേണ്. ഹലോ പഠിക്കണ്ടേ? മറന്നുപോയാ? ഹലോ Professor, do you have a moment? I do. What is it? Oh, did you attend Hogwarts? I wondered, did you attend Hogwarts? I did. I am a proud member of Ravenclaw House. Why do you ask? I was curious as to how Hogwarts has changed over the years. I see. Well, the castle itself, as I'm sure you have surmised, is full of surprises. I dare say more than the staircases change around here. As for the students, well, they seem to get more capable every year. Although, we got up to just as much mischief in my day as you seem to now. I used to look the other way at all sorts of roguery when I was head girl. I can tell you, however, that I did once admonish a certain Phineas Nigella's Black for enjoying a sugar quill during a lecture. I hadn't realized that you and Professor Black were, students here together. Appearances can be deceiving. You see, I was once wounded by time itself. Fascinating. Time itself? I never would have imagined such a thing. Ah, well, it was the risk I took with my prior position. You may or may not have heard that I was an unspeakable at the ministry for years. An unspeakable? What does... As you might suspect, I cannot speak about what we did. Suffice it to say, the job was not without its hazards. Now, I hope I've satisfied your curiosity for the moment. You have. Thank you for speaking with me, Professor. Keep up with your work. One must always be prepared for mischief, both inside and outside of the castle. ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഇനി ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ നമ്മുടെ റൂമിൽ പോവാം. ഇവിടെ എവിടെ നടന്നാലും തൊട്ടടുത്തായിരുന്നു റൂം. അങ്ങനെ അടുത്ത് തന്നെ ഇതുണ്ട്, ക്യാസും ചെയ്യാം. നമുക്കിപ്പോൾ റൂമിൽ പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് എക്സിറ്റ് മെർലിനാ, ഇതെന്താ സീക്രട്ട് റൂം. ഇത് എക്സിറ്റ്. ഗിയർ നമുക്ക് എം ടി ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഗിയർ എടുക്കട്ടെ. അല്ലാതെ ഏതാകുമ്പോ ഇതപ്പം കിട്ടി, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതാ? ഓ, ഇത് ശോഭ. ഇത് കുറച്ചും കൂടി രസമുണ്ട്. അല്ല, ഇതല്ലേ രസം? ഇതല്ലേ രസം? ഇത് നോക്കാം. പിന്നെ ഇൻവെന്ററി എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് എന്തായാലും മാറ്റാൻ പറ്റില്ല. ഇതെന്ത് ചെയ്യും? നമുക്ക് ഇൻവെന്ററി ഒന്ന് ഇനി കാര്യം ഈ മിഷൻ തീർത്തിട്ട് നമുക്ക് ഡയറക്റ്റ് അവിടെ കൊണ്ട് കൊടുക്കാം. ഓ, ഇത് അടിയിലായിരുന്ന നമ്മുടെ തക്കാളി. അങ്ങനെ ഇതൊക്കെ കൊണ്ടൊന്ന് ഇവിടെ വെച്ച് അങ്ങനെ. ഓ, അപ്പൊ ഇനി രാത്രി ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സെബാസ്റ്റ്യൻ, ആ പറടാ. Sebastian, it's been a while. It has. Glad you received my owl. Yes, yes. I have something to show you. First, let me thank you for what you did in the library. Of course. Scribner tried to give me detention, but I have ways out of these things. Well, you took the fall for me, and that counts for something. Did you find what you were looking for? Yes, I did, but something was missing. I'm not sure here is the best place to discuss it. Understood. We can talk more in a moment, in the Undercroft. Not even the professors know about this place. This way. This way. Oh, നടന്നു. ഞാൻ പറയാ.
There's a secret passage just here. It's well disguised. അയ്യോ റിട്ടേൺ ടു ദ ഗസ്റ്റ് ഏരിയ. ഓ അങ്ങനെയൊക്കെ കണ്ട അത് പൊളിച്ചട്ടാ, അത് പൊളിച്ച്. ഓ 15 സെക്കൻഡിൽ തിരിച്ച് വന്നുള്ളെങ്കിൽ നീ ആ മിഷൻ തോക്കും എന്നാണ് പറഞ്ഞു വന്നത്. എൻ്റെ അടുത്ത് അണ്ടർ ക്രാഫ്റ്റ് മനസ്സിലാണോ? അപ്പോൾ ഒരു അടുത്ത ലോഡിങ് വരാൻ പോണേണ് ഗൈസ്. നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയില്ലേ എന്തിന്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിത് തുറക്കുകയാണ്. ഓക്കെ അല്ലേ? ഇന്ന് ലോഡാട്ടെ ആ സ്ഥലം. അതുകൊണ്ട് നിങ്ങളെ How did you find this place? My friend, Ominous Gaunt. He named it the Undercroft. We used to play gobstones here all the time. With my sister. Gobstones here all the time with my sister. She loved that fun Gobstone ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു കൊച്ചിനെ നമ്മൾ സഹായിച്ചായിരുന്നു. I swore to Ominous I would safeguard this place. So please, keep this between us. He never confides in anyone. Revelio. But he's trusted me since the day we met. I wouldn't want to jeopardize that. നീ എൻ്റെ മറ്റേ കാര്യം നീ പറഞ്ഞു കൊടുത്താൽ ഞാൻ ഇത് എല്ലാവരുടെ പറഞ്ഞു കൊടുക്കും. അവനും പെട്ട് ഞാനും പെട്ടല്ലേ. നമുക്ക് അതാണ് ആവശ്യം. വെൻഡോർ കിട്ടണ്ട അല്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ എപ്പോഴേ പോയാനെ. ഇത് കണ്ടാത്തോന്ന് ഞാൻ മനഃപൂർവ്വം പോകാത്ത പോലെയാണ്. തൊട്ടടുത്ത് വേണ്ട സ്ഥലം അല്ലെങ്കിൽ ഇപ്പത്ത് കളി തീർന്നാണ്. I know Ominous. Met him in our common room. I've noticed he uses his wand to navigate the castle. He does. No idea how, though. Ominous was born blind, and no spell could reverse it. His wand seems almost sentient. Not surprising, I suppose. Ollivander always says, the wand chooses the wizard. Is that how he found this place? No, someone in his family knew about it. The Gaunts are full of secrets. I've never heard anyone else speak of it, and I've certainly never seen anyone else here. Again, mention this to no one, especially Ominous. He has no love lost for his family or their secrets, but this place is special to him. Of course. Ominous spoke to me about his family when we first met. To say that he has no love lost for them is an understatement. Glad you understand. Anyway, the Undercroft has been a perfect place to sneak off to, away from prying eyes, and even practice otherwise forbidden spells. Really? Like what? Like the blasting curse. Professors say it's not an appropriate spell to teach students. That's ridiculous. A proper magical education ought to include all magic. My thoughts exactly. A spell like Confringo is only truly dangerous in untrained hands. Such spells should be properly taught, not banned. To be fair, I'm admittedly partial to more fiery forms of magic, but you should learn it. Okay. I can teach it to you safely here. It may take a while to get the feel for it. Mimic my wand movement. The incantation is Confringo. Confringo. Very well. Confringo. നമ്മൾ ചെയ്യാൻ പോണ കൺഫ്രിങ്കോ എന്ന് പറഞ്ഞൊരു മാജിക്കാണ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പോൾ കൺഫ്രിങ്കോ പഠിക്കാം നമുക്ക്. നമ്മൾ കൺഫ്രിങ്കോ പഠിച്ചു. കൺഫ്രിങ്കോ. You're getting it. Ready to actually try it out? Stick to the targets though. Best to keep the Undercroft intact. ഒരു മിനിറ്റ് എടുത്ത് വെക്കട്ടെ. പഠിച്ചില്ല അതിന് മുമ്പ് ആരെടുത്ത് ലവസ്യോ. Have a go at those candelabras. Both have their uses, but I think you'll find that a Confringo cast travels a bit farther than that of a spell like Incendio. Oh, Nice work. Nice. How's it feel?
It's a tad hot. You'll get used to it. That's it. I think I've got it. Well done. Confringo! ഇവനും കത്തിച്ചളഞ്ഞല്ലേ കൺഫ്രിങ്കോ. I have to say, I enjoyed that. The first time Ominous and I practiced Confringo, we singed our eyebrows. I would have paid to see that. I swore we'd never live it down. So this day, there's something about that spell that's addictive. I'm ready for more spells like this. This is exactly the type of magic I've been hoping to learn. There's more where that came from. Been practicing similar spells here for ages. Although, I didn't tell Anne and Ominous about every one. Haven't been here in some time. It's not the same without Anne. I'm sorry about your sister. If there's anything I can do... Perhaps when I next head to Feldcroft, you could come along. Okay. Meet Anne. She could use some cheering up. Okay. Just let me know when and I'll meet you. Oh, she misses Hogwarts. She's been stuck at home with our guardian, Uncle Solomon. Unfortunately, you'll have to meet him too. Well, meeting a new student will be precisely what she needs. I shall look forward to it. Cheers. By the way, what was it you couldn't discuss out in the hall earlier? I'm not sure where to start. You said something was missing from what you found in the library. I assume it's to do with what you told me. About the port key, and Gringotts, and Ranrock. Nothing gets past you. And yes, it is. As I'm sure you suspect, there is a bit more to all of this. I'm listening. Cornala, I will tell you the truth. I am not ready to tell you everything. You must promise to keep this between us. I trusted you with knowledge of the secret Undercroft. You can trust me. All right. I can see traces of ancient magic. Ancient magic? I don't know what I was expecting you to say, but it wasn't that. What does that even mean? Honestly, I'm not entirely certain. All I know is that I can see whispers of an old magic that hardly anyone else can. Fig and I think that Ranrock has somehow found a way to harness that magic's power. Are you telling me that goblins may be wielding some sort of wizard magic? That's what we're trying to find out. And this ability of yours, does it allow you to wield this magic too? I don't know. Well, when you do know, tell me. I've been studying archaic forms of magic for ages. Perhaps we can help each other. In the meantime, with both Rookwood and Ranrock after you, I suspect a bit more time practicing the blasting curses in order. Spend as much time here as you'd like. And remember, keep this place between us. When I head to Feldcroft, I'll send you an owl. പഠിച്ചിട്ടോ ഇവനെ കത്തിച്ചോളാം. എല്ലാം കത്തിച്ച് ചാമ്പലാക്കി. സോ അതങ്ങ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി പോവാം. ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സ് ടവർ. സോ നമ്മൾ കൺഫ്രിങ്കോ എന്ന് പറഞ്ഞ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പഠിച്ച് നമ്മളിത് ഇറങ്ങുകയാണ്. ഇനി ഒരു ഗസ്റ്റും കൂടി ഉണ്ട്. അത് ചേർത്തിട്ട് ഇന്നത്തെ ലൈവ് ഇടേണ്ടി. എന്നിട്ട് നമുക്ക് നൈറ്റ് RP കയറാം. ഓക്കെ, കുറെ നാളെ RP ലൈവ് ഇട്ടുണ്ട്. Hello, Sebastian. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ന് തുടങ്ങാം. You there? I can hear you. Hello, Ominous. I was just heading to our common room. I've recognized that voice. You're the new 5th year. Did you just come from the Undercroft? How did you get in there? Did just come from the underground. How did you get there? I stumbled upon it. Sebastian പറഞ്ഞു കൊടുക്കണ്ട, റൊട്ടി കൊടുക്കണ ലേപ്പ്. That room's called the Undercroft.
Well, I was exploring and then suddenly found myself in a strange passageway. Don't lie to me. No one stumbles upon that room. Sebastian told you, didn't he? You breathe a word about this place to anyone. Not even your precious Professor Fig will be able to help you. My father is friends with the headmaster. I am not afraid to exploit that connection if I need to. My father is friends with the headmaster. I'm not afraid to exploit that connection if I needed to. I promise not to say anything. No need for threats. Trust me, Ominous. I won't say a word. And Sebastian is a good friend. You shouldn't immediately assume the worst of him. I don't need you to tell me about my oldest friend. Thank you very much. Ominous, I just meant... I know what you meant. Sebastian gets himself in enough trouble. He doesn't need your help. Sebastian is going to be careful about this. Confringo! അപ്പം ഞാൻ by the way ഞാൻ പറഞ്ഞ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോട്ടാ, ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതിങ്ങനെ പൊട്ടിച്ചടയണം. റിപ്പയർ ചെയ്യണ സാധനം ഇവിടെ. റിപ്പയർ ചെയ്യണത് നമുക്ക് റിപ്പയർ ചെയ്യാൻ കാണിച്ചു തരാം. റിപ്പയറോ പോയാ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോട്ടെ, ഈ സാധനങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞാണ്. കണ്ടോട്ടാ വിഷയല്ലേ ഏതാ നമുക്ക് തിരിച്ചെടുക്കാം. എവിടെ ഏതാ എടുത്ത് വെച്ചമ്മ? ഇപ്പം ഏതാ എടുത്ത് കളഞ്ഞത്? വലിക്കണം. അപ്പോൾ നമുക്കപ്പോൾ ഇനി അടുത്തൊരു ടാസ്കും കൂടി ഉണ്ട്, അതങ്ങ് തീർത്തേക്കാം. ആ ടാസ്ക് ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഞാനൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ആയിക്കോട്ടെ, ഗ്രൈൻഡ് ചെയ്യടാ. ഇത്ര നാൾ ഞങ്ങൾക്ക് പരീക്ഷയും വെറുതെ കേൾക്കണായിരുന്നില്ലേ? കുറച്ചാൾ ഗ്രൈൻഡ് ചെയ്ത് ഫണ്ടൊക്കെ ആയിട്ട് ഇനി സിറ്റുവേഷനുള്ളൂ. എന്ത് തേങ്ങിയാലോ അത്. ഇനി നൈറ്റ് വരുമ്പോൾ എത്ര ഫണ്ട് കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം നീയൊക്കെ ഗ്രൈൻഡ് ചെയ്താന്നറിയാൻ. ഇത്ര ആൾ ഞങ്ങൾ ചെക്ക് ചെയ്യാണ്ടിരുന്നതുകൊണ്ട് മനസ്സിലായ. അവിടെ എന്താ? ഓക്കെ, കത്തിയിരിക്കാം. പ്രേതങ്ങൾ പോലും തല്ലുപിടിക്കുന്നു. പ്രേതങ്ങളെ പോലും വെറുതെ വിടാനില്ല എപ്പോഴായിട്ട്. സ്ഥലം ലോഡായിട്ടില്ല, അപ്പോൾ ശബ്ദം അടിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. മറക്കേണ്ട പയ്യന്മാരെ, മാറ സാലയിൽ അമ്മയില്ല. അപ്പോൾ ഈ വിഷയം കൂടി തീർത്തിട്ട് ഒരു മിനിറ്റ്, ഇവിടെ എന്തോ സാധനം ഇരിപ്പുണ്ടല്ലോ. മറ്റേതായിരുന്നില്ല, ലിവിസിയോ അല്ലേ നമ്മൾ പഠിച്ചേ. ഫീൽഡ് ഗൈഡ്സ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? എന്തോ പറഞ്ഞു. നമുക്ക് ഗസ്റ്റ് ബിഗിൻ ചെയ്യാം. പ്രൊഫസർ വീസ്ലി, പുള്ളിക്കാരനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ കണ്ട കാര്യങ്ങളും എല്ലാം പറയാം. വീസ്ലി അല്ലേ, ഫിഗ് അല്ലേ മറ്റേ ഇത്, പെണ്ണാണ് പുള്ളിക്കാരി. എന്തോ ഒരു സസ്സാണ്. പണ്ട് ഇതിന്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഹാരി പോട്ടർ ദ ചേംബർ ഓഫ് ഗോബ്ലിൻസ്, എന്തോ ഒരു സീക്രട്ട് ഓഫ് ഗോബ്ലിൻസ്. അയ്യേ, എന്താടാ വെച്ചു നിനക്ക്? വെൽക്കം ടു സ്ട്രീം ഡാ. ഞാൻ ഹാരി പോട്ടർ കളിക്കാൻ വെച്ചു. ചിരിച്ചീനാന്നറിയാലോ. Forgive me, the headmaster stopped me and I... I see you've wasted no time. Well done. Well done. Shall we? After you, Professor. Oh, whatever.
അതെ കത്തി ഇനി ലോഡായി എടുക്കണം. അപ്പോൾ ഈ ലോഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി. സ്ഥലം റെൻഡറായി എടുക്കണേണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ലോഡാണുള്ള ലോഡിങ്ങാണ് ഈ കാണിക്കണത്. നമ്മുടെ സിറ്റിയിലേക്ക് ആണെങ്കിൽ മറ്റേ ചമ്മന്തി പോലെ ഇരിക്കും, ചമ്മന്തി പരുവം പോലെ ഇരിക്കും. അത് കഴിഞ്ഞ് മെല്ലെ ലോഡായി വരും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ അസ്ഥിക്കൂടത്തിനെയും കാണിച്ച് സൈഡിലൊരു സ്ലിത്തറിൻ്റെയും മറ്റേ ഇതിൻ്റെയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അത് ആയി തീർന്ന് വരുമ്പോൾ അടുത്ത പടം കാണിക്കും. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, ജസ്റ്റിസ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് അതെന്താവോ. What is this place? This is the Room of Requirement. It only appears when one is in real need of it. Ordinarily, a student might stumble upon this room entirely by accident. If ever. I'd only planned to suggest to you how to find it by walking past that bit of wall, focusing on what you need. But you've managed to reveal the room on your own. While I'm here, we should take advantage of the moment. Now, where is Deke? He must have sneaked past and gone ahead. Deke, Professor? The house elf I was speaking to in my classroom your first day. Thought he might help you use the room once you found it. Expelliarmus! Levioso! Confringo! Expelliarmus! There's no chance I'm clambering over this mess. This presents the perfect opportunity to teach you Evanesco, the vanishing spell. You can cast Evanesco to vanish certain objects, such as these chairs and other things here in the room. I suggest you practice the wand movements first, then you can clear the chairs away. Splendid. Now, cast Evanesco on those chairs. Evanesco എന്നാണല്ലേ, വാൻസിയോ എന്നല്ല, എവനസ്കോ. ആദ്യം കേൾക്കട്ടെ. എവനസ്കോ എവിടെ? ഇതല്ലേ നമുക്ക് ഇതല്ലേ പീസ് ഇല്ലാത്ത. എവനസ്കോ ചെയ്യാം. Excellent work. You'll note that you are now in possession of Moonstone. We shall discuss its uses later. Let's move on. Akshay, welcome to the stream. Oye, endana sir? Ennana padabadi? Where in Merlin's name is that elf? Alarnake kazhinja kaliche. Is that goodness? Confringo! My old school rat. I wondered where that had got to. Can't believe it's still here. I'll just take a quick look at this. Give you an opportunity to explore on your own until we locate Deke. Yes, Professor. Explore the room of Revelio. I waited for you here for ages. Perhaps you were assigned a few more inches of parchment than you'd expected. Let me know if you want to try to meet me again. Sincerely, T. A node T node സംസാരിച്ചാ. എന്തൊരു തേങ്ങയാണെന്നാവും പറഞ്ഞത്. ആദ്യം ഇതിനെയൊക്കെ അത് കത്തിച്ചാണ്. ഇതേ ഗ്രൂം explore the room of Revelio. Can't you keep it down? Some of us are trying to rest. Aini? Confringo. Inni rest here, കേട്ടാ. Revelio. Vanishing potion. Revelio.
ഇതിനെ കത്തിച്ചാണ് ഓൺ സ്പോട്ടിൽ. പിന്നെ ഇനിയിപ്പോ ഇതില് അയ്യോ ഇതപ്പ ചെയ്ത് ഓ അത് പഠിച്ചാ അങ്ങനെ പുതിയതാ ഇച്ചിരി പഠിച്ചുള്ളു. ഒരു കപ്പ് ചായ കുടിക്കട്ടെ. ഹോ വാട്ട ചായ വെച്ചിട്ടുണ്ട് വാടാ. അത് എനിക്ക് അതിന്ന് മനസ്സിലായത് എന്നത് നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊന്നും എടുക്കാൻ നമ്മുടെ ഇതില്ലല്ലോ എന്തായാലും. Hope this isn't as precarious as it looks. Precarious it is. Oh, Revelio. An intruder! Stop them! തോന്നിയതാണ് സാറേ. No, not. കൊല്ലല്ലേ. അയ്യോ പാവം. റിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇതിന്? നമുക്ക് ഇതിന് റിപ്പയർ ചെയ്യാൻ കണ്ടിട്ട് സങ്കടം വന്നു അല്ലേ. ഒത്തില്ല കേട്ടോ ഇയാളെ കത്തിച്ചളഞ്ഞ. മൂൺ സ്ട്രോങ് കിട്ടി. അമ്പോ വെട്ടി എന്തോ കണ്ടാക്കാനുണ്ടല്ലോ. ഇതിനെത്ര കഷ്ടപ്പെട്ടത്. എന്താണ് കുളിക്കാൻ വേണ്ടിയിട്ട്. ബിറ്റ് ഓഫൻഡ് ദ റൂം ഓഫ് തോട്ട് ഐ നീഡ് എ ബാത്ത്. ചിക്കിത്തി അങ്ങനെ കാര്യങ്ങൾ ചോട്ടെ മനസ്സിലായില്ല. പോയാ ഇതിൽ വെച്ചാണ് നമ്മളെ മൂർച്ച വരുത്തിയിട്ടുണ്ട്. ഈ മൂർച്ച ആക്കണ സാധനം തന്നെ നമുക്ക് തന്നെ പണി തന്നെയുള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നത്. എന്താ അത് പൊട്ടിച്ചളഞ്ഞാലോ. How does anyone other than a house elf manage to get around in here? മറ്റേ വായി. Revelio. Confringo. Revelio. Oh. What was that? അത് ഇവിടത്തെ അല്ല. Was that a golden stitch? Perhaps you should summon your wits and find out. I hope that house elf can find us in here. Confringo. Accio. Revelio. Accio. Revelio. Reparo. Confringo. അവനെന്താ കഷ്ടപ്പെട്ടത്. ഞാപ്പത്തേണ്ട് ഉലിവ കിട്ടി നമുക്ക്. ഈ വഴി പോയിട്ട് ഓടിക്കോ നമ്മളതിന്റെ എൻഡിലെത്താൻ പോണെണ്ണോ. സാധനം തായി എന്താ തൊട്ടുണ്ട്. രണ്ടാമത്തെ സാധനം ഇത് നമ്മുടെ മറ്റേ ഗോബിളിൽ നിൽക്കണം. മറ്റേവനല്ലേ ഡീക്ക്
Yikes! Careful! Huh? Oh, there you are. Wait right there. Deke will come to you. Hello. Ah, Deke, we've been looking for you. Apologies, Professor Weasley. Deke was looking through some of what's appeared in the room since Deke was last here. Is this the student? Indeed it is. Deke is honored to meet you. Deke has been a friend since I was a second year. We discovered this room together. I mentioned you to Deke. We believe that you might be able to benefit from this room like I did. Deke, would you be so kind? Of course, Professor Weasley. Yeah, foul game IT. Pereira, welcome to stream. The room of requirement will always be equipped for the Seeker's needs. It's unplottable, so won't appear on any map. Most happen upon it by accident, if ever. Deke seen students in need of an extra file for potions stumble upon the room filled with them. You seem to have accessed it in its form as the room of hidden things. I was thinking about needing a place away from prying eyes. Brilliant. Oh, that explains it then. What I need specifically is a place where I can catch up on my schoolwork without distraction. Well then, the room can provide you with precisely that. Now, it's time to focus on what you need. Just close your eyes. Imagine the room precisely as you need it. The room will do the rest. Yeah, it's working. Oh, working area. എല്ലാം നിർത്തി അതാണല്ലേ കാണാത്തത്. ഓ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച സ്ഥലം പോലെ ആക്കിയിട്ട് എനിക്ക് വയ്യ. ഏതാ ചന്താസം കണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. ഇതാണ് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച സ്ഥലം. And it seems the room has provided you with a desk of description. Excellent. It can identify unfamiliar items of clothing. Okay. One should always understand the effects of anything in which one is clothed. Okay. You unlock the desk of description. Use it to reveal the magical properties of any undefined gear that you have collected. Okay, I don't have any. You'll find plenty of items of clothing that need to be identified. The desk will be an invaluable resource. Professor Machi, I imagine the desk of description will come in handy. It will. I hope you'll take advantage of it. Now, I'll give you a brief lesson in conjuring. Conjuring. The room might not provide everything you need on its own. Conjuring? Yes. The magic of creating or conjuring objects. I'll teach you. Conjuring പഠിക്കണം. Guys, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ കോൺചറിങ് മൂവി? സത്യം പറഞ്ഞാൽ അതൊരു സ്പെല്ലായിരുന്നു കണ്ട. കോൺചറിങ് സ്പെൽ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. കോൺചറിങ് സ്പെൽ. കോൺചറിങ് പഠിച്ചിട്ടുണ്ട്. കോൺചറിങ് സ്പെൽ. എന്ത് തേങ്ങയെന്ന് അറിയത്തില്ല. കൈ കിട്ടുന്നില്ല. Very good. When conjuring more complex objects, you'll need what's called a spellcraft. Spellcrafts are like recipes. They list the ingredients or resources needed to conjure a particular object. You should have acquired some for a potion station and potting table from tomes and scrolls in Hogsmeade. I did. Where can I find the resources I need? While resources such as moonstone can be obtained throughout the Highlands, it's much safer and easier to purchase them. They can also be collected by vanishing objects in the room, such as the chairs you vanished earlier. In fact, you should have enough resources for now. I see. Can I regain resources by vanishing something I've already conjured? You can indeed. Quite perceptive. Why don't you give it a try?
Go ahead and conjure the potions station and potting table. You should find both familiar since they'll resemble the ones you've already used to study magical plants and brew potions in class. I got it. Try it. Okay. New spell. Conjuring spell. Conjure a potting table. That's conjure a potting table. Power. Items used to brew potion. Small scientific thick potion. Herbology items. No, no, banana full. Well done. You can use these whenever you need to brew potions or grow plants. Presuming, of course, you've collected any seeds or potion ingredients you need in Hogsmeade or outside the castle grounds. Winding table, then items. Blue akale. Ella blue alle orchard black kanna. Blue orchard. Oh, that's already vecharna nammale parayande. Salam set ka masa ka.
Deke will be here to answer any questions you may have. Do not underestimate his insights. I would like to know more about Deke. Can you tell me a bit more about Deke? He's been at Hogwarts longer than I have, and seems to know its every nook, cranny, and secret. We discovered this room together when I was a student. Deke has had a good deal of experience, both here at Hogwarts and at a previous post. I shall let Deke tell you more when he's ready, but again, you would be wise to listen to any suggestions he may have. Can I use this type of transfiguration magic outside of the room? Conjuring and vanishing are strictly forbidden elsewhere in the castle. We've charms in place to enforce that. It would be exhausting to reverse the errors in both judgment and magic. But the Room of Requirement has its own rules. I will be sure to speak with Deke if I need anything. Thank you. Good luck. I shall linger a bit longer in case you'd like to learn another transfiguration spell for use in the room. Deke thinks you should be proud of all the potions you've brewed. Customers care village namala velachidinga guys. Kore nere village കളിക്കാൻ. മാറ കളിപ്പുള്ളയാണ്. Deke hasn't seen this many plants here before. I've more to teach you about transfiguration, if you have a moment. Transfiguration പഠിക്കാൻ പറ്റിയ വെയിറ്റ് ആദ്യം കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. Nothing to identify, for now at least. I'm ready for the next lesson, Professor. Very well. First, you'll need to gather some moonstone. You can acquire it by vanishing items here in the Room of Requirement, or you can gather it carefully outside of the Hogwarts grounds. Return to me once you've gathered enough, and we shall begin the lesson. ഞാൻ നേരത്തെ കുറെ മൂൺസ്റ്റോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലല്ലോ. മൂൺസ്റ്റോൺ അന്ന് കഴിഞ്ഞതിൽ എടുത്തായിരുന്നു. കുറേ ഉണ്ട്. I have the moonstone you requested, Professor. Good. Then we may begin your lesson. You can conjure more than potions and herbology tables. Conjuration can be used to decorate this space to your liking. Why don't you try it on the walls and floor? Conjure wall decoration.
എന്തിനു വെക്കണം തപ്പില്ലാനറിയാം. ബാക്കി എടുത്ത് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാം. Launch a floor decoration. Good work. Shall we move on? കഴിഞ്ഞിട്ടില്ല. എന്ത് ടോക്ക്? എല്ലാം വെച്ചിട്ടേ പോണേ. I've conjured everything I can. What's next, Professor? I think you're ready to take on alteration. The altering spell will allow you to customize any conjured item. You can change the colors, patterns, and styles of your furniture to suit your taste. Let's get started, shall we? Watch closely as I demonstrate how to perform the altering spell. Altering spell. Just aim your wand at any conjured item and perform the altering to customize it. It warms my heart to see your interest in herbology, dare I say, blossom. Dee cannot believe how many guests you have here.
start to see your interest in herbology, dare I say, blossom. Nicely done. Now you're ready for something a little more advanced. You can use the altering spell directly on the room's architecture. Try these new designs on the floor or balcony. Your space might benefit from a bit of ambiance, don't you think? Deke, would you mind? Of course, Professor Weasley. Professor Weasley showed Deke this bit of magic some years ago. Deke thinks you'll enjoy it. Come and talk to Deke when you're ready. നമ്മുടെ വീട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്, ഓൾട്ടറിങ്ങും പിന്നെ ഓൾട്ടറിങ്ങും മറ്റേതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങൾ പോഷൻ ഉണ്ടാക്കാം, ലൈഫ് ഇല്ലാതെ ചത്തു. അത് കുറെ ഉണ്ടാക്കി. 15 സെക്കൻഡാണ് ഒരു സ്പെല്ല്. വീഗൻ വീൽഡ് പോഷൻ വേണം, നമ്മൾ ചത്തു. ഇതൊരു 5 എണ്ണം ഉണ്ടാക്കിയിട്ട് ബാക്കി പുറത്തിറങ്ങണം. എന്നിട്ട് ഡീക്കിനോട് സംസാരിക്കാം കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരെണ്ണം
രണ്ടെണ്ണം കൂടി ചെയ്യാം. ഓക്കെ, Dee hasn't seen this many plants here before. ഇപ്പൊ കണ്ടില്ല, അത് മതി. ഞാൻ ഒരു പ്ലാന്റ് വെച്ചിട്ടുള്ളല്ലോ. അതായത് Professor Weasley said I should ask you about changing the room's ambience. Of course. What sort of overall look most appeals to you? A cool moonlit ambience sound perfect. I'd like something natural. I would like the room to feel as if it's being lit by the moon. Oh, sounds perfect. Mon. Quite a difference. Of course, you needn't keep this style if you don't like it. You can always ask Deke to change it back. Now you have learnt a good bit about alteration. Thank you, Professor. The room is full of possibilities. Indeed. No matter how much time I spend here, the room always manages to surprise me. ഈ സ്ഥലം ഞാൻ ശരിയാക്കും. ഇതാണ് പുതിയ റൂമിന്റെ. An even bigger space. How did that happen? The room equips itself to your needs. It must have sensed that you needed more space to practice spellcasting. If you'd like to customize the space further, you can use these spellcrafts. You'll find more of them both inside and outside the school. Thank you, Professor. I shall keep an eye out. Good. I'll leave you to it. This is your space now. Use it wisely. But guys, you know what it is the time? It's party time. Yeah. Cannot believe how many these you have here. ഇവിടെയൊക്കെ സ്പേസ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ മറ്റേ ഇത് വെക്കാല്ലേ നമുക്ക്. ചെയ്യാൻ പറ്റത്തില്ലേ? എന്താ ചെയ്യണ്ടേ? പോയിക്കോട്ടെ. I'd like to ask you about changing the room's ambience. Of course. What sort of overall look most appeals to you? അയ്യോ ഇത് വേണ്ട. Actually, perhaps another time. കളിപ്പുള്ളടാ അതിൻ്റെ ആസ്ട്രോണോമി ടവർ ഒന്ന് പോയിട്ട് വരാം, അവിടെ വരാം. സോ 5:51 ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ എൻഡ് ചെയ്യാമല്ലേ. നമ്മുടെ ഹോഗ്വാർട്സിൻ്റെ ലൈവ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. എന്നിട്ട് ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് RP കളിക്കാം. RPയിൽ സിൽവ വരും. സോ കുറേ നാളല്ലേ സിറ്റിയിലേക്ക് കയറിയിട്ട്. അപ്പോൾ ഇന്ന് സിറ്റിയിൽ കയറണം, കയറില്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഗ്യാങ്ങില്ല ഒരു കോലീഡായിട്ട് പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ എൻഡ് ചെയ്ത് ലോഡായി വരട്ടെ, അപ്പോഴേക്ക് എൻഡ് ചെയ്യുക. അപ്പോൾ ബൈ ദ വേ മറന്നു പോരുത്, നമ്മൾ റോഡ് ടു 1K ആണ്. വി നീഡ് ജസ്റ്റ് 70 സബ്സ്ക്രൈബേഴ്സ് മോർ ടു ഫിൽ മൈ ഡ്രീം, ദാറ്റ് ഈസ് 1K സബ് അടിക്കണമെങ്കിൽ നമുക്കൊരു 70 സബ്ബും കൂടി വേണം. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 1K അടിക്കുക. പിന്നെ നമുക്ക് വാച്ച് അവേഴ്സ് കൂട്ടാനുള്ള ഒരു പരിപാടിയും കൂടിയുള്ളത്. വാച്ച് അവേഴ്സ് നമുക്ക് എങ്ങനെയും കയറ്റാം, പക്ഷേ സബ് എത്തിക്കണം. 1K സബ് എനിക്ക് എത്തിക്കണം. സോ അതിന് വേണ്ടി നമ്മളെന്നും അപ്പോൾ ഇതുപോലെ ഹോഗ്വാർട്സ് ലെഗസിയും നൈഡനായിക്കോളും ലൈവ് ഇടാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സജഷൻ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഏത് ഗെയിം കളിക്കണമെന്ന്, അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എത്ര ലാഗ് ഉണ്ടെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സോ ഇന്നത്തെ ലൈവ് നമുക്കിവിടെ എന്ത് ചെയ്യാമല്ലേ.
സ്ലിത്തറിൻ. നമ്മളെ മറ്റേ ആസ്ട്രോമി ടവർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കയറി ആണ് ആ സ്ഥലം കാണിക്കണം. അവിടെ നമ്മുടെ റൂം ഓഫ് റിക്വയർമെന്റിൽ നിന്ന് ഇറങ്ങിയിട്ടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മാത്രമേ വരുവുള്ളല്ലേ. അപ്പോൾ ഇന്നത്തെ ലൈവ് നമുക്ക് എൻഡ് ചെയ്യാമല്ലോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ലൈവ്. ബാക്കി കസ്റ്റൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യണില്ല, നമുക്ക് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് തീർത്ത് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാം മാക്സിമം കാണിച്ചു പോകുള്ളൂ. സോ നോ വറീസ്. അപ്പോൾ ഇന്ന് നമുക്ക് റൂം ഓടിച്ച് കുറേ ക്വസ്റ്റ് ചെയ്ത് കുറേ സ്പെല്ലൊക്കെ പഠിച്ചിട്ടുണ്ട്. പല കസ്റ്റമൈസ് ചെയ്യാൻ, വീഡിയോ കസ്റ്റമൈസ് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ വർക്കാവില്ല, പുറത്ത് വർക്കാവില്ല. എന്തായാലും ആ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വിളയാട്ടം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് Alfeo, the Harry Potter Alfeo, the Wizard Alfeo is signing off. And it's Heavenly Boy signing off. Bye guys. Choppers, better took those risks. Go one of my fists, we fire starters.